എൻ്റെ പേര് ജോസഫ്. എൻ്റെ ഭാര്യയുടെ പേര് മേരിക്കുട്ടി. 1982 ഞങ്ങൾ വിവാഹിതരായി. കല്യാണം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞപ്പോൾ മേരിക്കുട്ടിക്ക് പെട്ടെന്ന് തലചുറ്റൽ വന്ന് ബോധം കെട്ട് വീഴുകയും ഛർദ്ദിക്കുകയും ചെയ്തു. അവളെ കൊണ്ട് തൊട്ടടുത്ത ആശുപത്രിയിൽ ചെന്ന് ഡോക്ടർ പരിശോധിച്ച് മരുന്ന് കൊടുത്ത് ഒരു ദിവസം അവിടെ കിടത്തി. പിറ്റേ ദിവസം ഞങ്ങളെ വിട്ടു. പിറ്റേ ദിവസം അതേ സമയത്ത് അങ്ങനെ അസുഖം വീണ്ടും ഉണ്ടായി. പിന്നെ ചെന്നപ്പോൾ നടക്കുന്നതിനുള്ള ബാലൻസ് പോവുകയും ചെവിക്കകത്ത് മുകളിൽ വന്ന് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി. അതുകൊണ്ട് വിവിധ ആശുപത്രികളിൽ നടന്ന് ബാലൻസ് പോകുന്ന അസുഖത്തിന് ചികിത്സിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കണ്ണിൻ്റെ അകത്ത് വേദന തുടങ്ങി. 2 കണ്ണിനും അസഹനീയമായ വേദനയും സഹിക്കാൻ പറ്റാത്ത വേദന കൊണ്ട് നിൽക്കുന്ന അവസരത്തിൽ മെഡിക്കൽ കോളേജിൽ കാണിക്കുന്നു. 2-3 വർഷക്കാലം കഴിഞ്ഞപ്പോഴത്തേനും ചെവിയുടെ കേൾവി കുറയുകയും കണ്ണിന് കാഴ്ചയ്ക്ക് മങ്ങൽ വരികയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ മേരിക്കുട്ടിയുടെ ശരീരത്തിലെ ജോയിൻറ്റുകളെല്ലാം സ്റ്റക്കാകുകയും ശരീരത്തിൽ മുഴുവൻ അസഹനീയമായ വേദന വരികയും ചെയ്തു. അപ്പം ഈ അവസ്ഥയിൽ ഇവളെയും കൊണ്ട് ഞാൻ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ മണിപ്പാലിൽ പോകുന്നു. മണിപ്പാലിൽ പോയി ടെസ്റ്റുകൾ നടത്തി കഴിഞ്ഞപ്പോൾ കണ്ണിനെയോ ചെവിയെയോ മാത്രമായിട്ട് ബാധിക്കുന്ന ഒരു അസുഖമല്ലെന്നും ഇത് ശരീരത്തിൻ്റെ ഏത് കോശങ്ങളെ ഏത് സന്ധികളെയും ബാധിക്കുന്നൊരു രോഗമാണെന്നും ഇത് പിടിച്ചിരിക്കുന്ന ഏറ്റവും ബ്രോഡ് സൈസ് ആണെന്നും അത് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുകയുള്ളെന്നും പറഞ്ഞ് ഡോക്ടർമാർ ചികിത്സ തുടങ്ങി. അമിതമായ ഡോസിൽ സ്റ്റീറോയിഡ്സും വേദന സംഹാരികളും കൊടുത്ത് നിയന്ത്രിച്ച് ഞങ്ങൾ 11 മാസക്കാലം തുടർച്ചയായിട്ട് എല്ലാ മാസവും അവിടെ പോയി ടെസ്റ്റ് ചെയ്ത് രോഗനിർണയം നടത്തി മരുന്ന് കൊടുത്ത് പോന്നു. 3 വർഷക്കാലം വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോയി. 3 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവളുടെ ശരീരത്തെ വ്രണങ്ങൾ പ്രത്യക്ഷപ്പെടുകയും അത് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരിക്കലും ഉണങ്ങാത്ത വ്രണമാണെന്ന് വരികയും ചെയ്ത് ശരീരം മുഴുവൻ ദ്രവിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് വന്നു. ബയോപ്സി റിപ്പോർട്ടിൽ ഒരിക്കലും ഉണങ്ങാത്ത അൾസറാണെന്നാണെന്ന് റിപ്പോർട്ട് കണ്ടത്. അതനുസരിച്ച് ഡോക്ടർ ഈ പേഷ്യൻ്റ് അവിടുന്ന് ഡ്രസ്സിങ്ങിനും കാര്യങ്ങളൊക്കെ ഒന്നും സമ്മതിക്കാത്തതുകൊണ്ട് എല്ലായിടത്തുനിന്നും ഞങ്ങളെ വിട്ടു. ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ പാലിയേറ്റീവ് പരിചരണമായി. അപ്പോൾ ഞാൻ തന്നെ അത് ഉപ്പുവെള്ളം കൊണ്ട് തുടച്ച് വില കൂടിയ ഒരു സോഫ്രാറ്റൂൺ എന്ന് പറഞ്ഞൊരു പ്ലാസ്റ്റർ ഉണ്ട്. ആ പ്ലാസ്റ്റർ ഒട്ടിച്ച് ശരീരം മുഴുവൻ പഞ്ഞി കൊണ്ട് പാടുണ്ടാക്കി പൊതിഞ്ഞ് കെട്ടി ഇരിക്കുന്നതിന് തലവെണ്ണ, ചാരാൻ തലവെണ്ണ, കൈവെക്കാൻ തലവെണ്ണ, ചവിട്ടാൻ തലവെണ്ണ, അങ്ങനെ 7 തലവെണ്ണ വെച്ച് എല്ലാ ദിവസവും ഡ്രസ്സ് ചെയ്ത് ഉച്ച കഴിഞ്ഞൊരു 2:30 തുടങ്ങി 6 മണി വരെ ഡ്രസ്സ് ചെയ്ത് ഇവളെ കൊണ്ടുപോയി കസേരയിൽ ഇരുത്തി എല്ലാ ദിവസവും അങ്ങനെ ചെയ്തു. 1.5 വർഷക്കാലം അങ്ങനെ ചെയ്തു. ഈ സമയത്ത് സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കം വന്നു. കാരണം ഒരു ദിവസത്തെ ഡ്രസ്സിങ്ങിന് വേണ്ടി മാത്രം എനിക്കൊരു 1250 രൂപയോളം ചിലവ് വരുമായിരുന്നു. സാമ്പത്തികമായിട്ട് എനിക്കൊരു ഹോട്ടലായിരുന്നു ചെമ്മനോടെ. ഈ ഡ്രസ്സിങ്ങിനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയിൽ ഞാൻ ചെമ്മനോടെ പള്ളി വികാരി ഫാദറുടെ അട്ടൂട്ടുതറപ്പൻ അച്ഛനെ കാണുകയും അച്ഛനിങ്ങനെ വിവരം പറഞ്ഞ് എല്ലാവരുടെയും സാമ്പത്തിക സഹായവും സന്ദർശനമൊക്കെ കൊണ്ട് ഒത്തിരി സഹായങ്ങൾ എനിക്ക് കിട്ടി. 2 മക്കളാണ്. 2 പിള്ളേരെ പഠിപ്പിക്കേണ്ട ചുമതലയും വന്ന് ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ആശ്വാസമായത് നാട്ടുകാരാണ്. ചെമ്മനോടെയുള്ള ഒത്തിരി ആൾക്കാരെന്നെ സഹായിച്ചിട്ടുണ്ട്. കുറ്റ്യാടി പാലിയേറ്റീവും അവിടുന്ന് മുള്ളംകുന്ന് പാലിയേറ്റീവ്, ചെമ്മനോടെ പാലിയേറ്റീവ്, ഇത്രയും പാലിയേറ്റീവ് കെയറുകളിൽ മാറി മാറി എല്ലാവരും വന്ന് സഹകരിച്ച് എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന് നടക്കുക. അങ്ങനെ ഈ 1.5 വർഷത്തിനുള്ളിൽ ഈ വ്രണങ്ങൾ ഒരിക്കലും കുറയുന്നില്ല. വ്രണങ്ങൾ പഴുത്ത് ദ്രവിച്ച് കഴിയുമ്പോൾ അടുത്ത സ്ഥലത്ത് വേറെ ഉണ്ടായി അസ്ഥി കാണത്തക്ക രീതി ദ്രവിച്ച് മണവുമായി നിൽക്കുന്ന അവസരത്തിൽ ഇവൾ ഒരു നേർച്ച നടന്നു. എൻ്റെ അൽഫോൻസാമെ, എൻ്റെ വ്രണങ്ങൾ വേദന കുറയ്ക്കുകയും എൻ്റെ ഈ വ്രണങ്ങൾ മാത്രം ഉണക്കി തന്നാൽ മതി, ബാക്കി ഒന്നുമില്ലെങ്കിലും എന്നെ വേദനയിൽ സംരക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ കബറിടത്തിങ്കൽ വന്ന് എൻ്റെ പ്രായത്തിന് തക്ക തിരി അങ്ങയുടെ കബറിടത്തിങ്കൽ കത്തിക്കാനുള്ള ഒരു ശക്തി എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ ഡ്രസ്സിങ്ങോടുകൂടി തന്നെ ഇവളെയും കൊണ്ട് 2007 സെപ്റ്റംബർ 7-ാം തീയതി ഞാൻ ഭരണങ്ങാനത്ത് പോവുകയും അൽഫോൻസാമയുടെ കബറിടത്തിങ്കൽ 46 തിരി ഇവൾ കത്തിക്കുകയും ചെയ്തു. അത് സെപ്റ്റംബർ മാസത്തിലാണ്. അതിന് വന്നതിന് ശേഷം അവളുടെ ശരീരത്തിൽ വേറെ വ്രണങ്ങൾ ഉണ്ടാവുകയോ ഈ വ്രണങ്ങൾ സാവധാനം ഉണങ്ങി ഡിസംബർ, ചുരുക്കി പറഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മാസം ആയപ്പോഴത്തേനും കംപ്ലീറ്റ് വ്രണങ്ങൾ ഉണങ്ങി. പിന്നെ ഇന്നേ വരെ
ശരീരത്തിൽ അങ്ങനത്തെ ഒരു വ്രണങ്ങൾ ഉണ്ടായിട്ടില്ല. കേൾവിയും കാഴ്ചശക്തിയും ക്രമേണ കുറഞ്ഞ് തീരെ മോശമായ അവസ്ഥയായി. കംപ്ലീറ്റ് കാഴ്ചശക്തിയും കേൾവിയും പൂർണ്ണമായിട്ട് പോയി ബുക്കിലെ വായന നിന്ന് കഴിഞ്ഞപ്പോൾ ഇവളുടെ ചൂണ്ടാണി വിരൽ പിടിച്ച് ഇവൾ കിടക്കുന്ന ബെഡിൽ ഞാൻ കുരാച്ചുണ്ട് പോവാണ്, ഷർട്ട് ഇട്ട് വെച്ച് ചെന്നിട്ട് കൂന്ന് എഴുതി കാണിക്കും. അപ്പോൾ രാം എഴുതുമ്പോൾ കുരാച്ചുണ്ട് പോവാണ്, എന്തിനു പോവാ? ഞാൻ പറയും അന്നേരം എഴുതി കാണിക്കുന്ന ആവശ്യത്തിന് പോവാണ്. അപ്പം പിള്ളേർ പഠിത്തം കഴിഞ്ഞു, വളരെ വിഷമിച്ച് കഴിയുന്ന അവസ്ഥയിൽ പിന്നെ പിള്ളേർക്ക് രണ്ടുപേർക്കും മൂത്ത കുട്ടിയായിരുന്നു, അവനും രണ്ടാമത്തെ പെണ്ണാൾ. പിള്ളേരെ വിഷമങ്ങൾ അറിയിക്കാതെ വളർത്തി അവരെ പഠിപ്പിച്ച് അവർക്ക് രണ്ടുപേർക്കും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ് ഞാൻ അല്പം അവരിൽ കഴിയുന്നതിൽ കൂടുതൽ എന്നെ സഹായിച്ച് കാര്യങ്ങളിങ്ങനെ മന്ദഗതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പിള്ളേരുടെ കല്യാണ കാര്യങ്ങളായി. അങ്ങനെ മൂത്ത മോന് വേണ്ടിയിട്ട് ഒരു വിവാഹാലോചന വന്ന് അത് തൊട്ടടുത്ത ഇടവകയിലുള്ള കാഞ്ഞിരത്തിങ്ക കുടുംബത്തിൽപ്പെട്ട കുട്ടിച്ചൻ്റെ, അത് വിളിക്കുന്ന കുട്ടിച്ചൻ സേവറിൻ്റെ മകള് അനു ആണ്. ആ മോളോട് ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞപ്പം അവൾക്ക് യാതൊരു വിഷമവും കൂടാതെ ഈ അവസ്ഥയിൽ കിടക്കുന്ന അമ്മയുടെ അടുത്ത് വന്നു കൂടാനായിട്ട് ഒരു വിഷമവും പറയാതെ ഇവരോട് ഒന്നിച്ച് സഹകരിക്കുകയും എൻ്റെ മോളേക്കാൾ കാര്യമായിട്ട് ഞങ്ങളോടുള്ള അവളുടെ സഹകരണവും പെരുമാറ്റവും ആ കുടുംബത്തിൻ്റെ സഹകരണവും പെരുമാറ്റവും കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. എൻ്റെ പേര് അനു. ഞാൻ മരുതോങ്കര ഇടവകയിലാണ് വീട്. കാഞ്ഞിരത്തിങ്കൽ എന്നാണ് വീട്ടുപേര്. ഞാനിവിടുത്തെ മരുമോളാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജോഫിൻ. ഇത് ഞങ്ങളുടെ മോള് ജുവൽ. ഞങ്ങൾ മസ്കറ്റിലാണ് താമസിക്കുന്നത്. ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഏകദേശം 5 വർഷം കഴിഞ്ഞു. ഇപ്പോൾ കല്യാണത്തിന് മുന്നേ തന്നെ ഞങ്ങൾ അറിയുന്ന ഫാമിലി ആയിരുന്നു. മമ്മിയുടെ രോഗവിവരങ്ങളെക്കുറിച്ചും അറിയാമായിരുന്നു. ഞാൻ വന്ന സമയത്ത് മമ്മി ഇരിക്കാൻ പറ്റുമായിരുന്നു, പിന്നെ കയ്യിൽ പിടിച്ച് കൊണ്ടുപോയി കിടത്തണം. ആ സമയത്ത് ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നതും. പിന്നെ ഏകദേശം 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ് മമ്മി തീർത്തും കിടപ്പിലായത്. ഇരിക്കുന്ന സമയത്ത് മമ്മിക്ക് കണ്ണിന് കുറച്ച് കാഴ്ചയുണ്ടായിരുന്നു. ബുക്കിൽ വലിയ അക്ഷരത്തിൽ എഴുതി കൊടുത്ത് ലൈറ്റും കൊടുത്താലും മമ്മിക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ബൈബിള് വായന, നൊവേന, ഇതൊക്കെ അപ്പോൾ മമ്മിക്ക് പറ്റുമായിരുന്നു. പിന്നെ കിടപ്പിലായ ശേഷമാണ് കണ്ണിൻ്റെയും കാഴ്ച പൂർണ്ണമായിട്ടും പോയത്. അപ്പോൾ കൈയും കൊണ്ട് എഴുതിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്. എന്നാൽ തന്നെയും ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നിനും കുറവില്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മമ്മിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഒന്നും മമ്മിയുടെ അടുത്ത് പറയാത്തതായിട്ടുമില്ല. പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാണ് മമ്മിയുടെ പ്രാർത്ഥന. പിന്നെ അതുപോലെ പപ്പയുടെ ശുശ്രൂഷ കൊണ്ട് മാത്രമാണിപ്പോൾ മമ്മി ജീവിച്ചിരിക്കുന്നത് തന്നെ. മമ്മി ഒരു കാര്യം മമ്മിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മമ്മി അത് പറയണ്ട, അതിന് മുന്നേ പപ്പ അത് മനസ്സിലാക്കി കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കാറുണ്ട്. അത് പക്ഷേ മമ്മിയുടെ കാര്യങ്ങളിൽ മാത്രമല്ല, ഞങ്ങൾക്ക് പോലും എന്താവശ്യമുണ്ടെങ്കിലും പപ്പയുടെ അടുത്ത് അത് പറഞ്ഞ് മുഴുവനാക്കണ്ട, അതിന് മുന്നേ കാര്യം സാധിച്ചു തരും. കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു പാഠമാണ് പപ്പായുടെ മമ്മിയുടെ ജീവിതം. ഞങ്ങളാണെങ്കിലും ഒത്തിരിയും കാര്യങ്ങൾ മാതൃകയാക്കാവുന്ന ഒരു രീതിയാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് നിസ്സാരമായ കാരണങ്ങൾ കൊണ്ടാണ് പല കുടുംബജീവിതങ്ങളും ഡൈവോഴ്സിൻ്റെ വക്കിലേക്ക് എത്തുന്നത്. പക്ഷേ ഇതുപോലെ ഒരു ആവശ്യം വരുമ്പോൾ പരസ്പരം സ്നേഹത്തോടെ ശുശ്രൂഷിക്കാനുള്ള ഒരു മനസ്സ്, അതാണ് ജീവിത പങ്കാളിക്ക് വേണ്ടത്. ഇത്രയും നല്ല മാതൃകാപരമായ ഒരു ജീവിതം നയിക്കുന്ന, പ്രത്യേകിച്ചും
സ്നേഹത്തിലും പ്രാർത്ഥനയിലും ശുശ്രൂഷയിലും നയിക്കുന്ന ഒരു പേരൻസിൻ്റെ മകനെ എനിക്ക് ഭർത്താവായി കിട്ടിയതിൽ ഞാൻ ശരിക്കും ഭാഗ്യവതിയാണ്. എൻ്റെ മോള് അവൾ BSc നഴ്സിംഗ് കഴിഞ്ഞാണ്. സൗദിയിൽ അവൾക്ക് ജോലി കിട്ടിയായിരുന്നു. മോൻ്റെയും മോളുടെയും ആ സഹകരണം കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ പോയി. മേരിയെ സംബന്ധിച്ച് അവളുടേതായ കുട്ടികളുടെ വിവാഹ സമയം വരെ ഇവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് എനിക്ക് അത്യാവശ്യം ബാത്റൂമിൽ കൊണ്ടുപോകാനും കസേരകൾ ചാരി ഇരുത്തുവാനൊക്കെ പറ്റുമായിരുന്നു. മോടെ കല്യാണം കൂടെ കഴിഞ്ഞതിന് ശേഷം ഇവളുടെ കാഴ്ചശക്തിയും കേൾവിയും പരിപൂർണമായി നശിച്ചു. കിടന്ന കിടപ്പിൽ തന്നെ ഇവളെ ശുശ്രൂഷിക്കേണ്ട ഒരവസ്ഥ എനിക്ക് വന്നു. അങ്ങനെ 16 വർഷക്കാലം ഇവളുടെ സ്വന്തമായിട്ട് ഇവൾക്കൊന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥ വന്നു. ഈ 16 വർഷം കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തന്നെ ചെയ്യേണ്ടത്. കാരണം ഇവൾക്ക് ഈ കമ്മ്യൂണിക്കേഷൻ കുറവായിട്ട് വേറെ ആൾക്ക് പരിചരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം വ്രണങ്ങൾ വെച്ച് കിട്ടാനും വെട്ടുന്നതും കെട്ടിക്കൊണ്ടിരുന്നതും നാക്കിയതൊക്കെ ഞാൻ തന്നെയായിരുന്നു. അപ്പം ഇവൾക്ക് ഈ പരിചരണത്തിൻ്റെ കാര്യത്തിൽ വേറെ ആൾക്കും പറ്റാത്ത അവസ്ഥ കൊണ്ട് ഞാൻ തന്നെ 24 മണിക്കൂറും ഇവളെ ശുശ്രൂഷിക്കേണ്ട അവസ്ഥ വന്നു. അത് മോടെ കല്യാണം കൂടെ കഴിഞ്ഞപ്പോൾ 5 വർഷത്തോളമായി കിടന്ന കിടപ്പിലാണ്. കിടന്ന കിടപ്പിൽ കട്ടിലേയും തന്നെ കിടന്ന് എല്ലാ കാര്യങ്ങളും നടത്തുന്നു. ഈ കിടക്കുന്ന കട്ടിലേൽ എല്ലാ ദിവസവും കുളിപ്പിക്കുമ്പം ഒരു സൈഡിലേക്ക് തിരിച്ച് കിടത്തി പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കവർ ചെയ്ത് അപ്പുറത്തോട്ട് മറിച്ച് ബെഡും കട്ടിലും അടക്കം കവർ ചെയ്ത് ശരീരത്ത് കുഴമ്പും തലയിൽ എണ്ണയൊക്കെ പുരട്ടി ദേഹത്ത് വെള്ളം ഒഴിച്ചത് കടലപ്പൊടി ഇട്ട് കഴുകി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി കുളിപ്പിച്ച് ആ ഡസ്റ്റ്പാനിൽ വെള്ളം കോരി അറ്റാച്ച് ബാത്റൂമിലേക്ക് കളഞ്ഞ് നിലം തുടച്ച് കഴുകി വൃത്തിയാക്കി കഴിയുമ്പോൾ 3-3.5 മണിക്കൂർ സമയമെടുക്കും. ഇത്രയും സമയം അതിൻ്റെ ഇടയ്ക്ക് രാവിലെ തന്നെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് രാവിലത്തെ കാപ്പി, അതിരാവിലത്തെ ചായ, 10 മണിക്കത്തെ കാപ്പി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ടൈമിൽ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഞാൻ തന്നെ ഇങ്ങനെ ശുശ്രൂഷിക്കുന്നു. ഞങ്ങളുടെ സ്വന്തത്തിൽപ്പെട്ടവരുടെ കാര്യങ്ങൾക്ക് പോലും എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. തന്നെ Yeah. Yes, see. എൻ്റെ പേര് ജെസ്സി. എൻ്റെ മൂത്ത ആങ്ങളയുടെ ഭാര്യയാണ് ഇപ്പോൾ മേരി ചേച്ചി. ചേച്ചി വീട്ടിലേക്ക് വരുമ്പോൾ ഞാനന്ന് 8ൽ പഠിക്കുകയാണ്. ഞങ്ങൾ 10 മക്കളുള്ള ഒരു കുടുംബത്തിലേക്ക്, ഒരു വലിയൊരു കുടുംബത്തിലേക്കാണ് ചേച്ചി വരുന്നത്. അന്ന് എൻ്റെ ആങ്ങളയുടെ താഴെ ഞങ്ങൾ 7 മക്കൾ വേറെയുണ്ട്. ഈ 7 മക്കളെയും സ്വന്തം സഹോദരങ്ങളെപ്പോലെ ചേച്ചി നോക്കി. ഞങ്ങളന്ന് സ്കൂളിൽ പഠിക്കുമ്പോഴും പഠിക്കുന്ന കാലത്ത് എന്ത് ജോലിയിലും ചേച്ചി മിടുക്കിയായിട്ട്, ഞങ്ങൾക്ക് അന്ന് ഒത്തിരി പശുക്കളൊക്കെ ഉണ്ട്. ചേച്ചി പശുവിനുള്ള കാര്യങ്ങൾ നോക്കുകയും ഞങ്ങളുടെ സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കി തരുകയും ഭക്ഷണം ഉണ്ടാക്കുകയും അമ്മയുടെ കൂടെ നിന്ന് സ്വന്തം മക്കളെപ്പോലെയാണ് ഞങ്ങളെ നോക്കിയത്. ആ സമയത്താണ് ചേച്ചിക്ക് പെട്ടെന്നൊരു ബോധക്കേടുണ്ടാകുന്നത്. ബോധക്കേടുകയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും അങ്ങനെയാണ് ചേച്ചി വലിയൊരു രോഗമുള്ള ഒരാളാണെന്നും അതിനുള്ള അങ്ങനെയാണ് ഞങ്ങൾ കുടുംബം മൊത്തം അത് ആ ഷോക്കിലായിപ്പോയി.
ചേച്ചിയുടെ രോഗാവസ്ഥ അറിഞ്ഞിട്ട്. അത് ആങ്ങള എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന, ചാച്ചൻ്റെ സ്ഥാനത്ത് നിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരന് ഇതും കൂടെ കേട്ടപ്പം വല്ലാത്ത ഷോക്കായിപ്പോയി. അന്ന് തൊട്ടുള്ള ചികിത്സയാണ് ഇന്ന് വരെ എല്ലാ കാര്യങ്ങളിലും, ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളിലും നോക്കുകയും ഞങ്ങളുടെ കുടുംബത്തെ അതുപോലെ കൊണ്ടുപോവുകയും ചെയ്തിരുന്ന ആ സഹോദരനെ ഓർത്തുള്ള വിഷമമാണിപ്പം ഞങ്ങൾക്കുള്ള. ഞങ്ങൾക്കൊന്ന് സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടം. ഇപ്പോഴത്തെ കുടുംബജീവിതക്കാർക്ക് ഒരു ചെറിയ പരസ്പരം ക്ഷമിക്കാനോ സഹിക്കാനോ ഉള്ള കഴിവില്ലാത്തവർ ഇപ്പോഴുള്ള കൂടുതലും കുടുംബജീവിതം തകരുന്നത് അതുകൊണ്ട് അങ്ങനെയാണ്. ഇതിനൊരു മെസ്സേജാണ് ഇപ്പോൾ എൻ്റെ ആങ്ങളയുടെ ജീവിതം. നമ്മുടെ പള്ളിക്കല പള്ളിക്കലെ കേട്ടോ. നല്ല ഓർമ്മയുണ്ടല്ലോ അല്ലേ? KCYM അംഗങ്ങളെല്ലാവരും ഒന്നിച്ചുകൂടി രോഗികളായവരുടെയും പ്രായമായവരുടെയും വീടുകൾ സന്ദർശിക്കുക, അല്പനേരം അവരോടൊപ്പം ചിലവഴിക്കുക, അത്യാവശ്യമെങ്കിൽ അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു പോരുന്ന ഒരു കാരുണ്യ പ്രവൃത്തിയായിരുന്നു യൂത്ത് വിസിറ്റ്. ഈ യുവജനങ്ങളോടൊപ്പം ഞങ്ങളും ഇവരോടൊപ്പം പോകാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ചെകിടനാനിക്കൽ ജോസഫ് ചേട്ടനെയും മേരി ചേച്ചിയെയും കാണുവാൻ ഭാഗ്യം ലഭിച്ചത്. ഇവരെ കണ്ട മാത്രയിൽ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത ഇതാണ്: സാധാരണ കുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ, ഇങ്ങനെയുള്ള ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ ഭർത്താക്കന്മാരെ പരിചരിക്കുന്ന ഭാര്യമാരെയാണ് കാണുക. എന്നാൽ പതിവിന് വിപരീതമായി ഭാര്യയെ ശുശ്രൂഷിക്കുന്ന ജോസഫേട്ടനെ കണ്ടപ്പോൾ ഒത്തിരിയേറെ സന്തോഷവും ആനന്ദദായകവും ഹൃദയഭേദവുമായൊരു കാഴ്ചയായിരുന്നു. ലക്ഷം ആൾക്കാരിൽ 1-2 പേർക്ക് മാത്രം വരുന്ന ഒരു രോഗമാണെന്നറിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹൃദയം വല്ലാതെ വേദനിച്ചു. ദൈവത്തിൻ്റെ ഒറ്റ ശക്തി കൊണ്ട് മാത്രം ഇന്നേ വരെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ഈ അവസ്ഥ അറിഞ്ഞിട്ട് ചേട്ടൻ എങ്ങനെയാണ് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നത്, ഇങ്ങനെ കഴിയുന്നതെന്ന് ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ ഒരു കാര്യത്തിന് ഒരു ദിവസം പോലും ഒരു ഗുളിക പോലും ഇതുവരെ ഞാൻ മുടക്കിയിട്ടില്ല. ഇൻസുലിന് മുടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏതാണ്ട് 80% മരുന്നും പാലിറ്റീവുകാർ തരുന്നുണ്ട്. ഇപ്പോൾ കുറ്റ്യാടി കുരാച്ചുണ്ട് പാലിറ്റീവിലെ ശുശ്രൂഷയാണ്. അവർ എല്ലാ വ്യാഴാഴ്ച ദിവസവും OP ഉണ്ട്. OP പോയി ഞാൻ മരുന്ന് വാങ്ങും. പിന്നെ ഇൻസുലിന്, ദേഹത്ത് പറ്റാനുള്ള ഓയിൻമെൻറ്റ്, കണ്ണിലൊഴിക്കാനുള്ള മരുന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പുറമേ നിന്ന് വാങ്ങും. അതിനും നല്ലൊരു പൈസ വേറെ കാണണം. അത് ചിലവിൻ്റെ കാര്യങ്ങൾ. പിന്നെ വീട്ടിലെ കാര്യങ്ങൾക്കെല്ലാം മോൻ്റെ ഒറ്റ സഹായം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ. ഞങ്ങൾ ഇവിടുത്തെ ജീവിതം കൊണ്ടും ആർക്കും മനസ്സിലാകാത്ത വിധത്തിൽ അത്ര ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അതിനുള്ള ശക്തി കിട്ടണമെങ്കിൽ അതിന് വേറെ ഒരു ആളുടെ പ്രവർത്തനം ഉണ്ടെന്നുള്ള ഉറപ്പാണ്. അത് ദൈവം തമ്പുരാനല്ലാതെ വേറെ ആരുമല്ല. സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ കൊണ്ട് ദിവസവും ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. യാതൊരു ബുദ്ധിമുട്ടും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. എൻ്റെ മൂന്ന് സഹോദരിമാരാണ് എനിക്കുള്ളത്. ഇതിൽ രണ്ടാമത്തെ സഹോദരിയാണ് മേരി. എൻ്റെ
സഹോദരിമാരിൽ 3 പേരെ കല്യാണം കഴിച്ചു വിട്ടതിൽ വീടിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന എൻ്റെ സഹോദരിയായിരുന്നു മേരി. വീട്ടിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാലും, ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലും, പുള്ളിക്കാരിക്ക് ആവശ്യം വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ഇടപെടാനുള്ള ഒരു വലിയൊരു ആശ്വാസവും എല്ലാം കൊണ്ടും ഞങ്ങൾക്കൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു പെങ്ങൾ. പെട്ടെന്ന് ഉണ്ടായ ഈ അസുഖത്തിൽ ബാധിച്ചതിനെ ഞങ്ങളുടെ കുടുംബത്തിന് എല്ലാവർക്കും വലിയ വേദനയുണ്ട്. എങ്കിലും ദൈവത്തിൻ്റെ വലിയ പരിപാലനയിലൂടെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതിൽ വലിയ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. മാത്രമല്ല എൻ്റെ അളിയനാണ് പെങ്ങളുടെ എല്ലാ കാര്യത്തിലും വളരെ കൃത്യനിഷ്ഠയോടുകൂടി ഉള്ള പരിചരണം. അതാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതിൻ്റെ വലിയ ഒരു ദൈവാനുഗ്രഹം എന്ന് തന്നെ പറയാം. 24 മണിക്കൂറും മേരിക്കുട്ടി കിടന്ന കിടപ്പിൽ ജപമാല കൊന്ത് അവളുടെ കയ്യിൽ നിന്ന് മാറുന്ന സമയമില്ല. അതായത് ചുരുക്കം പറഞ്ഞാൽ പ്രാഥമിക കർമ്മങ്ങൾ കിടന്നുകൊണ്ട് ചെയ്യുമ്പോൾ ആ പാത്രം വെച്ച് കൊടുക്കുന്ന സമയത്ത് അല്ലാതെ കൊന്ത കയ്യിൽ നിന്ന് മാറ്റാതെ ജപമാല ഉരുട്ടി 40 കൊന്ത 50 കൊന്തയൊക്കെ ഒരു ദിവസം അവിടെ ചെല്ലുമായിരുന്നു. വേറെ എന്താണ് എനിക്ക് വേണ്ടത് സത്യത്തിൽ? പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാൻ അപേക്ഷിക്കണമേ. എൻ്റെ പേര് വിൻസി തോമസ്. ഞാൻ കൂരാച്ചൻ്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ഞാൻ അപ്പഞ്ഞാണിനെ പരിചയപ്പെടുന്നത് ഏകദേശം ഒരു 2.5 വർഷമായി കാണും. സാധാരണ ഭർത്താക്കന്മാരും ഭാര്യമാരെ സംരക്ഷിക്കുന്നവരെ രോഗാവസ്ഥയിൽ ശുശ്രൂഷിക്കുന്ന ആ സ്ഥിതി ഞാൻ കണ്ടെങ്കിൽ ഇവിടെ ചെയ്ത പോലെ ഒരു വീട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഇത്രയും നന്നായിട്ട് എൻ്റെ ഭാര്യനെ ഭർത്താവ് സംരക്ഷിക്കുന്നത്, ആ രോഗാവസ്ഥയിൽ കണ്ടിട്ട് ആ എല്ലാ സമയം എൻ്റെ എല്ലാ ശുശ്രൂഷയും നൽകിക്കൊണ്ട് അപ്പം ഞാൻ എൻ്റെ ഭാര്യയെ ശുശ്രൂഷിക്കുന്നത്. ഞാൻ ഒരുപാട് വീട് സന്ദർശിച്ചെങ്കിലും ഇതുപോലൊരു അവസ്ഥ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ പേര് സിനി ജിനോ. കൂരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിലെ വാർഡ് മെമ്പറാണ് ഞാൻ. ഈ വാർഡിലെ എൻ്റെ വാർഡിലെ കുടുംബമാണ് ജോസിയേട്ടനും മേരി ചേച്ചിയും. 2.5 വർഷക്കാലത്തോളമായി എനിക്കിവരെ പരിചയമുണ്ട്. ഇലക്ഷൻ്റെ സമയത്താണ് ഇവരുമായിട്ട് ഞാൻ കൂടുതൽ അടുക്കുന്നത്. ഇപ്പോഴത്തെ തലമുറയ്ക്ക്, ഭാവി തലമുറയ്ക്ക് ഇവരുടെ കുടുംബജീവിതം ഒരു അനുഗ്രഹപ്രദമായി തീരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 18 വർഷത്തോളമായിട്ട് ഈ ഒരു ഭർത്താവ്, ഒരു ഭാര്യയെ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ വാർഡിലുള്ള ഓരോ കുടുംബത്തിലും ചെല്ലുമ്പോൾ അവരുടെ ഓരോ പ്രശ്നങ്ങളിലേക്കും ഇടപെടുമ്പോൾ ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ എൻ്റെ വാർഡിലെ ഒരു കുടുംബത്തെ വന്ന് കാണുക, അവരുടെ ജീവിതാനുഭവം നിങ്ങളുടെ ജീവിതത്തിലും കുടുംബജീവിതത്തിലും പ്രാവർത്തികമാക്കണമെന്ന് ഞാൻ എൻ്റെ എല്ലാ ദിവസത്തെയും പ്രാർത്ഥനയിൽ ഈ കുടുംബത്തെ ഞാൻ ഓർക്കാറുണ്ട്. 1 മണിക്കൂർ കൊണ്ട് പോയി വരാൻ പറ്റുന്ന സ്ഥലത്ത് ഞാൻ പോയി വരും. അപ്പോൾ പോകുന്ന സമയത്ത് ഇനി ആവശ്യത്തിന് പോവുകയാണെന്നും ഇപ്പോൾ തിരിച്ചു വരുമെന്നും എല്ലാ കാര്യങ്ങളും അവൾ പറഞ്ഞിട്ടേ പോകുള്ളൂ. അതുപോലെ തന്നെ പള്ളിയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ 4 മണി കുർബാനയ്ക്ക് പോകാൻ നേരത്ത് 3:30 ആകുമ്പോഴേ പറയും, പപ്പ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് പോകണം, എനിക്ക് വെള്ളം തരണം, പെട്ടെന്ന് ഇറങ്ങി ഓടരുത്, എനിക്ക് കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെ എല്ലാ ദിവസവും ഞാൻ ഈ ഭക്ഷണം കഴിച്ചാൽ അല്പം കിടന്ന് ഉറങ്ങി പോകുന്ന വിളിയായിരിക്കും. അവൾ ആ കറക്റ്റ് ടൈമിന് വിളിച്ചേപ്പിച്ച് എന്നെ പള്ളി വിടും. പിന്നെ മേരിയെ സംബന്ധിച്ച് അവൾക്ക് എല്ലാ മാസവും ഇവിടെ വന്ന് കുമ്പസാരിച്ച കുർബാന സ്വീകരിക്കണമെന്നുള്ള നിർബന്ധമുള്ള കാര്യമാണ്. അതിന് വികാരി അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറയേണ്ട താമസം മാത്രം. എന്തെങ്കിലും അസൗകര്യം അച്ഛൻ അന്നേരം അസിസ്റ്റൻ്റ് വികാരിയോ അച്ഛൻ തന്നെ വരും. ഇവിടെ വന്ന് അച്ഛൻ വന്നാൽ വിടുകയില്ല. ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുമ്പസാരവും കുർബാനയൊക്കെ കൊടുത്ത് അച്ഛൻ പോകും. എല്ലാ മാസവും അങ്ങനെ ചെയ്യണം നിർബന്ധമുണ്ട് അവൾക്ക്. 11 വർഷക്കാലം തറവാട്ടിൽ താമസിക്കുകയും ആ നിന്ന സമയത്തും ബാക്കിയുള്ള എൻ്റെ സഹോദരങ്ങളുടെ എല്ലാം വിവാഹത്തിന് ശേഷമാണ് ഞാൻ വീട്ടിൽ നിന്ന് മാറുന്നത്. എല്ലാവരുടെ ആത്മാർത്ഥതയോടെ എല്ലാവരും നിയന്ത്രിച്ച് നടത്തിക്കൊണ്ട് പോയത് ഞാനെന്ന് അഭിമാനത്തോടെ എനിക്ക് പറയാൻ സാധിക്കും. അതേ ഒരു സഹകരണം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഇപ്പോഴും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അവരുടെ സമയപരിധിക്കുള്ളിൽ വെട്ടുന്നുകൊണ്ട് വരികയും അന്വേഷിക്കുകയും കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കാറൊക്കെ ഉണ്ട്. പിന്നെ എല്ലാത്തിനും പരിമിതികളുണ്ട്. എല്ലാവരും കുടുംബജീവിതക്കാരാണ്. അവരുടേതായ ചുറ്റുപാടുകൾ വെച്ച് അവരുടേതായ
സാഹചര്യത്തിനനുസരിച്ച് എന്നോട് സഹകരിക്കുന്നു. ആര് തമ്മിലും ഒരു പ്രത്യേക വിദ്വേഷമോ പ്രശ്നങ്ങളോ ഒന്നും ഇന്നേ വരെ ഉണ്ടാകാത്ത ഇത്രയും വലിയൊരു കുടുംബം ഇങ്ങനെ കൊള്ളുന്നതിൻ്റെ ശക്തിയെപ്പറ്റി വർണ്ണിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഞാൻ സർവശക്തന് എന്നും ഇക്കാര്യത്തിന് കടപ്പെട്ടവനാണ്. നിറമാല കൈകളിലേന്തി ഞങ്ങൾ വരുന്നു പരിശുദ്ധ അമ്മേ മരിയേ. പാവികൾ മക്കൾ വിളിപ്പോ മരണ നേരത്തും പ്രാർത്ഥിച്ചിട ഞങ്ങൾക്ക് മരണ നേരത്തും പ്രാർത്ഥിച്ചിട ഞങ്ങൾക്ക്. എൻ്റെ ആശ്രയമേ എൻ്റെ അമ്മ ആശ്രയമേ അമ്മ എൻ്റെ